മാടൻ കാവുകളുടെ കാവൽക്കാരനാണോ എന്നൊരു ചോദ്യമാണ്. നമ്മളുടെ നാട്ടിൽ പണ്ടുകാലത്ത് ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ എടാ മാടനും മറുതയും ഉണ്ട് ആ ഭാഗത്ത് എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുന്ന ഒരു രീതിയുണ്ട്. മാടനും മറുതയും, അല്ലെങ്കിൽ മാടൻ അടിക്കുക, അതിലേ പോയാൽ മാടൻ അടിക്കും എന്നൊക്കെ നാടോടി ഭാഷയിൽ പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഇതെന്തോ കുഴപ്പം പിടിച്ച സംഗതിയാണെന്നാണ് ധരിച്ചിരുന്നത്. പലതും അങ്ങനെയാണ്. മനുഷ്യൻ അറിയാത്തത് എന്തിനേയും വളരെ മോശമായിട്ട് വിചാരിക്കും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അറിവില്ലായ്മയാണ് ഈ ലോകത്തിലെ 90% ദുഃഖങ്ങളുടെയും കാരണം എന്ന് ഭഗവാൻ ഗൗതമ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ ശരിയാണ്. അപ്പം മാടൻ എന്നുള്ള സങ്കല്പം എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. മാടൻ എന്നുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശിവൻ തന്നെയാണ്. ഇനി കാലമാടൻ എന്നാണ് അതിൻ്റെ കുറച്ചുകൂടെ വിപുല രൂപം. അപ്പോൾ അതിന് കാലവുമായിട്ടും കൂടെ ഒരു ബന്ധമുണ്ട്. ഈ കാലമാടൻ എന്നുള്ളത് കുറച്ചുകൂടെ വിപുലീകരിക്കുമ്പോൾ കൽപ്പാന്തകാല മഹാനടൻ എന്ന് പറയാം. കൽപ്പാന്തകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? യുഗങ്ങളുടെ അവസാനം. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങൾ ചേരുന്നതാണ് ഒരു ചതുർയുഗം. ഇങ്ങനെ അനവധി ചതുർയുഗങ്ങൾ ചേരുന്നതിനെയാണ് കൽപ്പം എന്ന് പറയുന്നത്. കൽപ്പം എന്ന് പറയുന്നത് കാലചക്രത്തിലെ നമുക്ക് സങ്കല്പിക്കാനാവാത്തത്ര ബൃഹത്തായിട്ടുള്ള ഒരു കാലയളവാണ്. ഒരു കൽപ്പം അവസാനിക്കുമ്പോൾ മഹാപ്രളയമുണ്ടാകുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. കൽപ്പം അവസാനിക്കുന്ന കാലത്ത് ദൃശ്യവും അദൃശ്യവുമായ ചരാചര പ്രപഞ്ചത്തെ മുഴുവൻ പ്രളയത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഭഗവാൻ മഹാദേവൻ സംഹാര താണ്ഡവം നടത്തുന്നു, താണ്ഡവ നൃത്തം ചെയ്യുന്നു എന്നാണ് പൗരാണിക സങ്കല്പം. അങ്ങനെ കൽപ്പാവസാന കാലത്ത് സകലതും ഹരിച്ചുകൊണ്ട് ഭഗവാൻ മഹാദേവൻ സംഹാര താണ്ഡവ നൃത്തം നടത്തുന്ന ആ ഭാവമാണ് കൽപ്പാന്തകാല മഹാനടനം. അങ്ങനെ മഹാനടനം ചെയ്യുന്നയാളാണ് മഹാനടൻ. അതാണ് കാലമാടൻ. അപ്പം കാലാതിവർത്തിയായ ശിവന്റെ ഭാവമാണ് കാലമാടൻ. കാലകാലങ്ങളുടെ അധിപനും കാലാതിവർത്തിയായ ദേവനുമായിരിക്കുന്ന പരമശിവ സങ്കല്പമാണ് മാടൻ. ആ മാടൻ എന്ന് പറയുന്ന സങ്കല്പത്തെ തിരുവിതാംകൂറിൻ്റെ ഉത്തരഭാഗങ്ങളിൽ മാടൻ സ്വാമി എന്നും, തിരുവനന്തപുരം മേഖലയിലും കന്യാകുമാരി ജില്ലയിലും മാടൻ തമ്പുരാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. വളരെ വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ ആരാധനയും പൂജയും ഏറ്റുവാങ്ങുന്ന ഒരു കാവൽ ദൈവമാണ് മാടൻ സ്വാമി. കർഷക സമൂഹത്തിൻ്റെ കാവൽ ദൈവമാണ്. കന്യാകുമാരി ജില്ലയിൽ കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന വിശാലമായ നെൽപ്പാടങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ അതിൻ്റെ നടുക്ക് കെട്ടിപ്പൊക്കിയ ചെറിയ മേൽക്കൂരയുള്ള അല്ലെങ്കിൽ മേൽക്കൂര ഇല്ലാത്ത ഒരു തറയും അതിൽ ഒരു വലിയ ഗദാധാരിയായ ഒരു ദേവന്റെ വിഗ്രഹവും കാണാനായിട്ട് കഴിയും. അതാണ് കൃഷിഭൂമിയുടെ കാവൽക്കാരനായ മാടൻ സ്വാമി. അത് ഗോത്ര ആരാധനയുടെ ഭാഗമായിട്ട് വ്യാപിച്ച ഒരു ദേവതാ സങ്കല്പവും കൂടെയാണ്. ഒരു കാര്യം ഉറപ്പു പറയാം, ഈ പ്രാചീന ഗോത്രാരാധനകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവരുടെ വംശത്തെയും അവരുടെ കൃഷിഭൂമിയെയും അവരുടെ കുലത്തെയും അവരുടെ സന്തതി പരമ്പരകളെയും അവരുടെ സമ്പത്തായ കന്നുകാലി വർഗത്തെയും അവരുടെ വിളവുകളെയും എല്ലാം കാത്ത് പരിപാലിച്ചിരുന്ന ദേവൻ എന്നുള്ള സങ്കല്പത്തിലാണ് അവര് ഈ ആരാധന ചെയ്തു പോന്നിരുന്നത്. വേണ്ട രീതിയിൽ അത്യന്തം വിനയത്തോടുകൂടി ഞാനെന്ന ഭാവമില്ലാതെ ഭക്തിപൂർവം ആരാധിച്ചാൽ അതിവേഗം പ്രാർത്ഥനാ ഫലം തരുന്ന ഒരു ദേവഭാവമാണ് മാടൻ സ്വാമി. കാവുകളുടെയും കാലത്തിൻ്റെയും കൃഷിഭൂമിയുടെയും വംശപരമ്പരയുടെയും കുടുംബങ്ങളുടെയും ഗൃഹത്തിൻ്റെയും ദേശത്തിൻ്റെയും എല്ലാം കാവൽ ദൈവമായിരിക്കുന്ന മാടൻ സ്വാമിയെപ്പറ്റി ശരിയായി അറിഞ്ഞ് നമുക്ക് ആരാധിക്കാം.